ആരോടും എന്തും വെട്ടിത്തുറന്നു പറയുന്ന നമ്മുടെ മുഖ്യൻ നായനാർ സാർ എന്റെ മുഖത്ത് നോക്കി പറഞ്ഞതല്ലേ യു ആർ എഫിഷ്യന്റ് മിസ്റ്റർ വർമ്മ എന്ന്. മുഖലക്ഷണം നോക്കി അല്ലടോ എന്റെ സർവീസ് റെക്കോർഡ് കണ്ടിട്ട്. സാർ, അജയൻ കൊലക്കേസ് അന്വേഷിക്കാൻ പോയ CI നമ്പീശൻ സാറ് വന്നിട്ടുണ്ട്. ഓ, എന്നിട്ട് തുമ്പ് വല്ലതും കിട്ടിയോ? പ്രതികളുടെ വിരലടയാളങ്ങളും കൈയടയാളങ്ങളും കിട്ടിയിട്ടുണ്ട്. എല്ലാം നമ്പീശൻ സാറിന്റെ പുറത്താണെന്ന് മാത്രം. ഓ, താനും തല്ലും കൊണ്ട് തിരിച്ചു പോന്നോ? എടോ, ഈ കൊലക്കേസ് അന്വേഷിക്കാൻ ആദ്യം പോയ ജോൺ ലൂക്കോസ് ഇരുട്ടടിയും കൊണ്ട് 4 മടങ്ങി വന്നപ്പോ താൻ എന്തോ പറഞ്ഞേ? തനിക്കാരെയും പേടിയില്ല, താൻ പോയി പ്രതികളെ കയ്യാമം വെച്ചോണ്ട് വരാമെന്ന് അല്ലേ? തനിക്ക് വിരട്ടടി തന്നെയാണോ കിട്ടിയത്? അതെ സാർ. ഭാഗ്യം. അധികമാറി പറഞ്ഞ ഡിപ്പാർട്ട്മെന്റിന് നാണക്കേടായില്ലല്ലോ. ഓ, അജയൻ കൊലക്കേസ് എന്തായെന്ന് അന്വേഷിക്കാൻ IG ആയിരിക്കും. ഞാൻ അങ്ങേരോട് എന്ത് സമാധാനം സാർ? അജയൻ കൊലക്കേസ് അന്വേഷിക്കാൻ ചെല്ലുന്നവരെ തീർത്ത് കളയാനാ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവരുടെ പ്ലാൻ. സാറിനോടുള്ള സ്നേഹം കൊണ്ട് പറയാം, സാർ നേരിട്ട് തന്നെ കേസ് അന്വേഷിക്കണം. ഓ, എന്തൊരു സ്നേഹം! കടന്നു പോണോ എന്റെ മുമ്പിൽ. ഇനി ഈ കേസ് ആരെ കൊണ്ട് ഞാൻ അന്വേഷിപ്പിക്കും? സാർ, എന്താണോ? ഇന്നലെ രാത്രി വീട്ടിൽ കള്ളം കയറി. കള്ളന്മാരിൽ നിന്നും സ്വന്തം വീട് പോലും സംരക്ഷിക്കാൻ കഴിയാത്ത താനൊക്കെ ഇവിടുത്തെ പോലീസുകാരനാണോ? അല്ല സാർ, കള്ളന്മാർക്ക് പോലും പേടിയില്ലെങ്കിൽ പിന്നെ തനിക്കൊക്കെ എന്തിനാണോ ഈ കാക്കി കുപ്പായം? സാർ, സാറിന്റെ വീട്ടിലാ കള്ളം കയറിയത്. എന്റെ വീട്ടിലോ? സാറിനെ വിളിച്ച് കിട്ടാഞ്ഞിട്ട് സാറിന്റെ മോള് ലക്ഷ്മി സെക്ഷനിൽ വിളിച്ച് പറഞ്ഞതാ. വീട്ടിൽ നിന്ന് പല സാധനങ്ങളും കാണാതെ പോയത് മോൾ ഇപ്പോഴാ അറിയുന്നത്. അങ്ങനെ പൂട്ടോ ജനൽ കമ്പിയോ പൊളിക്കാതെ അകത്ത് കയറണമെങ്കിൽ ആ തൊടിയൻ ചന്തു ആയിരിക്കണം. അവനെ കാലത്ത് സ്മഗ്ലിംഗ് മാർക്കറ്റിൽ കണ്ടവരുണ്ട്. ഇതുപോലൊരു സെറ്റ് ഇവിടെ എത്ര രൂപ എടുക്കും? സാധനം കാണട്ടെ. കാണാനൊന്നുമില്ല. നാഷണൽ പാനാസോണിക്കിന്റെ ഇതേ മോഡൽ, ഇതേ കളർ. ഇന്നലെ ചേട്ടൻ പേർഷായിന്ന് കൊണ്ടുവന്നതാ. സെറ്റ് ഉണ്ടോ? ഒരു 1000 രൂപ റെഡി ക്യാഷ് തന്നേക്കാം. 1000 രൂപ? എന്താണ് ബായി ഇത്? കാശിന് കുറച്ച് അത്യാവശ്യം ഉണ്ടെന്ന് വെച്ചിട്ട് നിങ്ങൾ ഈ സെറ്റ് ഇവിടെ 2000 രൂപയ്ക്കല്ല വെക്കുന്നത്. എനിക്കൊരു 1750 രൂപയെങ്കിലും കിട്ടും. 1750 രൂപ? എടോ, അത് ഇവിടെ 1200 രൂപയ്ക്ക് വെക്കണ സാധന. ആ വിലക്ക് തന്നെ ആരെങ്കിലും എടുത്താലായി. ഇത് കേട്ടാ, നാഷണൽ പാനാസോണിക്കിന്റെ സ്റ്റീരിയോ ഡബിൾ സ്പീക്കർ 1200 രൂപയ്ക്കാണ് വെക്കണമെന്ന്. എടോ, സെറ്റ് എവിടെ? താനെന്താ ആളെ കളിയാക്കണോ? പിന്നെ മനുഷ്യനെ പച്ചക്ക് പറ്റിക്കാൻ വേണ്ടി മാത്രം കട തുറന്നു വെച്ചിരുന്ന എന്ത് ചെയ്യും? ഇതിന് 1200 ഉള്ള. ഇത് ഇവിടെ 1200 വെക്കും. അത് എന്റെ സൗകര്യ. താനാ സെറ്റ് എവിടെ? 1200. എല്ലാരും കേട്ടല്ല? 1200 സാധനം ഞാൻ എടുത്തു. അല്ല എടോ, താൻ സെറ്റ് കൊടുക്കാണ്ടെന്ന് പറഞ്ഞിട്ട്. ഒരു കച്ചവടം ആകുമ്പോ കൊടുക്കാനും ഉണ്ടാകും, വാങ്ങാനും ഉണ്ടാവും. കൊടുക്കൽ വാങ്ങൽ, അതാണല്ലോ കച്ചവടം. ഗീവ് ആൻഡ് ടേക്ക് എന്ന് കേട്ടിട്ടില്ലേ? വരട്ടെ. കോൺസ്റ്റബിൾ പവിത്രനല്ലേ ഇത്? താനെന്ന് ഡ്യൂട്ടിക്ക് കയറിയില്ലേ? ഞാൻ ഡ്യൂട്ടിയിലാണ് സാറേ. ഞാനൊരു സെറ്റ് വാങ്ങാൻ ഇറങ്ങിയതാ. ഡ്യൂട്ടി സമയത്തോ? ഹൗ ഡെയർ യു സ്പീക്ക് ലൈക്ക് ദിസ്? എന്ത് ധൈര്യത്തിലാ ഡ്യൂട്ടി സമയത്ത് സെറ്റ് വാങ്ങാൻ വന്നത്? കൃത്യവിലോപം ഞാൻ വെച്ചു ഉറപ്പിക്കില്ല. സാറേ, ഞാൻ ഒരു കൃത്യവിലോപവും ചെയ്തിട്ടില്ല. സാറിന്റെ മകള് മഹാലക്ഷ്മി പറഞ്ഞൊരു കൃത്യം ചെയ്യാനാ ഞാൻ വന്നത്. ഒരു സെറ്റ് വാങ്ങിച്ചോണ്ട് വരാൻ പറഞ്ഞു. ഞാൻ ആ കൃത്യം ചെയ്തു. മഹാലക്ഷ്മിയോ? അതെ സാറേ, സാറിന്റെ മകളും സാറിനെ പോലെ തന്നെയാ. പറഞ്ഞ് ഏൽപ്പിച്ച കാര്യം ചെയ്യാതെ കൃത്യവിലോപം കാണിച്ചാൽ വെച്ചു ഉറപ്പിക്കല്ല. ഞങ്ങള് പാവം പോലീസുകാർ എന്ത് ചെയ്യാനാ സാറേ? എന്ത് കേൾക്കാനാ ഇവിടെ നിൽക്കുന്നേ? ഓടിയതേ പിടിക്കേ. സാറേ, ഭദ്രമായിട്ട് ടേപ്പ് റെക്കോർഡർ ലക്ഷ്മി ഏൽപ്പിക്കണം. എടോ, താൻ അങ്ങോട്ട് പോ. വാ, പുറകെ വാ. എടാ, ഓടിയാ നിക്കടാ അവിടെ. ഒരു നേരം കാലമല്ലേ? പരിസരബോധമില്ലാത്ത വർഗം. എങ്ങോട്ട് പോയത്? എന്നെ രക്ഷിക്കണേ. നിക്കടാ, ഓടിയാ. നിക്കാനാ പറഞ്ഞത്. എനിക്ക് നിക്കാൻ അറിയില്ല, കക്കാനേ അറിയൂ. ഓടി ഓടി മൂത്രം ഒഴിക്കാൻ മുട്ടുന്നു. ചേച്ചി, ഈ മൂത്രം ഒഴിക്കുന്ന സ്ഥലം എവിടെയാ? അവിടെ പോലീസ്. എവിടെ പോയാ പെരിച്ചാഴി? കാണുന്നില്ല സാർ. വാ.
രക്ഷപ്പെട്ട് പോലീസുകാരും പോയി. എടാ ഒടിയാ. ഞാൻ പിടിതരില്ല. പിന്നെയും പുറകെ വരുന്നു. പതിയെ വീഴേ. ഇവന്മാരെന്തിനാ കള്ളനെ പിടിക്കാൻ നടക്കുന്നത്? വേറെ പണിയില്ലേ? പോകാം. വണ്ടി എവിടെയാ കിടക്കുന്നേ? അയ്യോ അമ്മേ. സാറേ, പവിത്ര സാർ ഇങ്ങനെ മുട്ടുമടക്കി ഇടിക്കരുത്. പോലീസുകാർ കള്ളന്മാരുടെ മുമ്പിൽ മുട്ടുമടക്കാൻ പാടില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ടെന്നേ. പോലീസുകാര് കള്ളന്മാരുടെ മുമ്പിൽ കൈ നീട്ടാൻ പാടില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാ നിന്നെ കൈ നീട്ടി അടിക്കാത്തത്. നീ എങ്ങനെയാണ് ഓടിയാ ജനല് വാതിൽ പൊളിക്കാതെ വീടിന്റെ അകത്ത് കയറുന്നത്? അയ്യോ, അതിന്റെ ട്രേഡ് സീക്രട്ടാ, ഞാൻ പുറത്തു പറയില്ല. നിന്നെ കൊണ്ട് പറയിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. നിനക്ക് എന്റെ വീട്ടിലെ കയറണമല്ലേ? അയ്യോ, അടിക്കരുത് സാറേ. സത്യം പറയാലോ, തൊണ്ടി മുതലെല്ലാം ഞാൻ എടുത്തോണ്ട് തരാം. അതിനു മുമ്പ് സാറിനോട് എനിക്കൊരു രഹസ്യം പറയാനുണ്ട്. ഇവരുടെ ആരുടെയും മുന്നിൽ വെച്ച് പറയാൻ പറ്റിയ കാര്യമല്ല. പ്രമാദമായ ഒരു കാര്യം ഞാൻ സാറിന് കാണിച്ചു തരാം. ഇതാണോടാ തെണ്ടി പ്രമാദമായ കാര്യം കാണിക്കാനുണ്ടെന്ന് പറഞ്ഞത്? സാറേ, അടിക്കരുത്. സാർ ഉദ്ദേശിച്ച കാര്യമാണെങ്കിൽ അത് തീരെ അപ്രധാനമായ കാര്യമാണ്. ഞാൻ ഉദ്ദേശിച്ചത് ഇതാണ് എനിക്ക് കാണിക്കാനുള്ളത്. സാറിന്റെ മകൾ എഴുതിയ പ്രണയലേഖനം ഇന്നലെ സാറിന്റെ മകളുടെ മുറിയിൽ നിന്നും കിട്ടിയതാ. ആർക്കാ അവൾ എഴുതിയിരിക്കുന്നത്? മറ്റാർക്കുമല്ല, സാറിന്റെ കീഴിലുള്ള വെറും തുക്കടാ പോലീസുകാരനായ പവിത്രന്. ചതിച്ചോ? വായിച്ചു നോക്ക്. പ്രിയപ്പെട്ട പവിയേട്ട, ലോകത്തെവിടെയെങ്കിലും ഒരു പോലീസ് സൂപ്രണ്ടിന്റെ മകൾ പോലീസ് കോൺസ്റ്റബിളിനെ പ്രണയിച്ച ചരിത്രമുണ്ടോ എന്നറിയില്ല. പക്ഷെ എന്റെ ഉള്ളിൽ അങ്ങനെ ഒരു മായാജാലം നടന്നുകൊണ്ടിരിക്കുകയാണ്. സർക്കാർ സാധനം പൊതുജനങ്ങൾക്കുള്ളതാ. പവിയേട്ടന്റെ കണ്ണുകൾക്ക് എന്തൊരു കാന്തശക്തിയാണ്. കാന്തമോ? പവിയേട്ടൻ ഒരിക്കലും ഒരു സാധാ പോലീസുകാരനാകേണ്ട ആളല്ല. പവിയേട്ടന്റെ 10% പോലും കഴിവും തന്റെ ഇടവും ഇല്ലാത്ത എത്ര പേരാണ് പോലീസിന്റെ തലപ്പത്തിരിക്കുന്നത്. SP-യുടെ തൊപ്പി അച്ഛനേക്കാൾ നന്നായിട്ട് ഇണങ്ങുന്നത് പവിയേട്ടനാണ്. സാറിന്റെ മകളായതുകൊണ്ട് പറയുന്നതല്ല, നല്ല വിവരമുള്ള കുട്ടി. അച്ഛൻ എന്നെ IG-യുടെ മകനെ കൊണ്ട് കെട്ടിക്കാനുള്ള ശ്രമത്തിലാണ്. പവിയേട്ടൻ എന്നെ ഇഷ്ടമാണെന്നൊരു വാക്ക് പറഞ്ഞാൽ ലോകത്തിന്റെ ഏത് കോണിലേക്കും ഇറങ്ങി വരാൻ ഞാൻ തയ്യാറാണ് എന്ന് സ്വന്തം മഹാലക്ഷ്മി. ഇത് കത്തിന്റെ ഒരു കോപ്പി മാത്രമാണ്. എന്നെ ഈ കേസിൽ നിന്ന് ഒഴിവാക്കി തന്നില്ലെങ്കിൽ കത്തിന്റെ ഒറിജിനൽ IG ഉൾപ്പെടെ സകല പേരെയും ഞാൻ കാണിക്കും. എന്തു പറയുന്നു മിസ്റ്റർ SP സാർ? സാർ, മോള് കാണാൻ വന്നിട്ടുണ്ട്. ആ വന്നോ? എടോ, ആ പവിത്രൻ അവിടെ ഉണ്ടോ? സാറ് പേടിക്കണ്ട, പവിത്ര മോൾക്ക് കമ്പനി കൊടുക്കുന്നുണ്ട്. ഞാനിപ്പ പറഞ്ഞുള്ളൂ. തടി കുറയ്ക്കാൻ ഈ എക്സർസൈസ് മാത്രം ചെയ്താൽ മതി. അതുകൊണ്ട് തടി കുറയുമോ? ദിവസം എത്ര തവണ ചെയ്യണം? അങ്ങനെ എപ്പോഴും ചെയ്യണമെന്നില്ല. ആരെങ്കിലും ആഹാരം വേണോന്ന് ചോദിക്കുമ്പോ മാത്രം. ചോദ്യം ചെയ്ത് കഴിഞ്ഞോ? ഇതാണോ ഓടിയൻ ചന്തു? അതെ. താനല്ലേ ഇന്നലെ വൈകിട്ട് ഒരു ബാഗുമായി സാരി വിൽക്കാൻ വീട്ടിൽ വന്നത്? നീ എന്താ ഇവിടെ? ഇതെന്ത് ചോദ്യോ? ഞാൻ അച്ഛനെ കാണാൻ വന്നതാ. അച്ഛനെ കാണാൻ വന്നതാന്ന്. നീ എന്റെ റൂമിലേക്ക് പോ, എനിക്ക് ഇവിടെ ഇത്തിരി പണിയുണ്ട്. നീ പോയ്ക്കോ. അതെ, ഇങ്ങോട്ട് ഞാൻ സൗകര്യമായിട്ട് ജീപ്പിലെ വന്നതേ. തിരിച്ചു പോകാൻ വണ്ടിക്കൂലിക്ക് ഒരു 40 പൈസ കിട്ടിയിരുന്നെങ്കിൽ. ഒന്ന് പോടാ. എന്നാൽ ചാം ലെറ്റർ, ചോം ലെറ്റർ, ചുമ്മര ലെറ്റർ. എന്താ അവന് വെറുതെ വിട്ടത്? എടോ, വെറുതെ നിന്ന് നേരെ കളയാതെ താൻ പോയി ആ മദ്യ ദുരന്തത്തിന്റെ ഫയൽ എടുത്ത് പഠിക്കേ. അല്ലേ സാർ, യഥാർത്ഥത്തിൽ എന്താ സാറേ സംഭവിച്ചത്? തനിക്കതിന്റെ കാരണം അറിയണമല്ലേ? മേലാൽ ഇമാതിരി വലിയ വലിയ കാര്യങ്ങളിൽ തലയിടാൻ വന്നാൽ തന്റെ 2 കണ്ട് ഞാൻ കുത്തുപൊട്ടിച്ചോളയും. ഒരു കാശ് മുടക്കില്ലാതെ വെറുതെ കണ്ണുകളിൽ കാന്തമെടുത്ത് വെച്ചോണ്ട് ഇറങ്ങി തിരിച്ചിരിക്കുക. സാറെന്നെ കാണണമെന്ന് പറഞ്ഞായിരുന്നോ? തനിക്ക് സന്തോഷം തരുന്ന ഒരു കാര്യം പറയാനാ തന്നെ വിളിപ്പിച്ചത്. എന്തു പറ്റി സാറേ? സാറിന് കാസർഗോട്ടേക്കും കാണുമ്പോൾ ട്രാൻസ്ഫറും. താൻ അജയൻ കൊലക്കേസ് കേട്ടിട്ടില്ലേ? തന്നെ അതിന്റെ അന്വേഷണ ചുമതല ഏൽപ്പിക്കുകയാണ്. അയ്യോ സാറേ, അത് ജോൺ ലൂക്കാ സാറും നമ്പീശൻ സാറും അന്വേഷിച്ചിട്ട് ഇടികൊണ്ടുവന്ന കേസല്ലേ? ഇതാണോ സാറ് സന്തോഷം തരുന്ന കാര്യമാണെന്ന് പറഞ്ഞത്? അജയൻ കൊലക്കേസ് അന്വേഷിക്കാൻ ആളെ കിട്ടാതെ വന്നപ്പോ ഡിപ്പാർട്ട്മെന്റ് ഒരു തീരുമാനമെടുത്തു. ആ കേസ് നേരിട്ട് അന്വേഷിക്കാതെ ആദ്യം രഹസ്യ പോലീസ് വഴി ആ കൊലക്കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങളെല്ലാം ശേഖരിച്ച് അത് പഠിച്ചിട്ട് അന്വേഷിക്കുകയാണ് ബുദ്ധിയെന്ന്. അങ്ങനെ അണ്ടർ കവർ പോലീസായി പോവാൻ തക്ക
കഴിവും പ്രാഗൽഭ്യമുള്ള ഒരാളെ പറ്റി ആലോചിക്കുമ്പോഴാണ് എനിക്ക് തന്റെ പേര് ഓർമ്മ വന്നത്. മേ കമിൻ സാർ? താനെന്താ ഇവിടെ? വൈഫിന് പ്രസവവേദനയാന്ന് ഫോൺ വന്നു. എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് പോണം. നേരങ്ങളെ പൊയ്ക്കോ. അല്ല സാർ, അതിനു മുമ്പ് അതിനു മുമ്പ് ഒന്നുമില്ല. അതല്ല സാർ, ഞാൻ ഡ്യൂട്ടിക്ക് പോയ കാര്യം. ഇത്രയും നേരം ഞാൻ ധനലക്ഷ്മി ബാങ്കിന് മുമ്പിൽ ഡ്യൂട്ടിക്ക് ഉണ്ടായിരുന്നു. സാറിന്റെ മോള് ബാങ്ക് വിട്ട് എങ്ങും പോയിട്ടില്ല. വൈഫാണ് സത്യം. താനീ വന്നേ. പൊയ്ക്കോ. ഇതെന്ത് ഭാര്യ പ്രസവിക്കാൻ കിടക്കുമ്പോഴാ. SP ആണെങ്കിലും ഞാനൊരു മനുഷ്യനല്ലേ. സാറേ ലക്ഷ്മിക്ക് എന്തോ പറ്റി? അതൊന്നുമില്ല. അവളെ ഏതോ ഒരു കശ്മീരൻ ശല്യപ്പെടുത്തുമോ എന്നൊരു പേടി. എങ്കിൽ ലക്ഷ്മിയുടെ സെക്യൂരിറ്റി ഡ്യൂട്ടിക്ക് ഞാൻ പോവാം സാറേ. അതൊന്നും വേണ്ട. എടോ, തന്നെ പോലെ എഫിഷ്യന്റ് ആയിട്ടുള്ളവര് തന്ത്രപ്രധാനമായ കേസുകളല്ലേ കൈകാര്യം ചെയ്യേണ്ടത്. ഇതാ അജയൻ കൊലക്കേസിന്റെ കേസ് ഫയൽ. ആലപ്പുഴ തന്നെ ഒരുപാട് ഉള്ളിൽ വട്ടക്കായലിനോട് ചേർന്ന സ്ഥലത്ത 9 മാസം മുമ്പ് അജയൻ എന്നൊരു തൊഴിലാളി നേതാവ് കൊല്ലപ്പെടുന്നത്. പ്രബലരായ കയർ കച്ചവടക്കാരുടെ നാടാത്. അതിൽ ആലിക്കോയ എന്നൊരു കച്ചവടക്കാരനാണ് അജയനെ കൊന്നതെന്നാണ് നാട്ടുകാർ വിശ്വസിക്കുന്നത്. പക്ഷേ ആലിക്കോയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തെങ്കിലും തെളിവുകളൊന്നും കിട്ടിയില്ല. മരിച്ച രാത്രിയിൽ അജയന്റെ കൈവശമുണ്ടായിരുന്ന തൊഴിലാളി സംഘം പകരം 2 ലക്ഷം രൂപ കാണാതായതിനാൽ കവർച്ചക്കാരെങ്കിലും ചെയ്തതാണോ എന്നുള്ള സാധ്യതയും തള്ളിക്കളയാൻ പറ്റില്ല. ഇതുവരെയുള്ള അന്വേഷണത്തിന്റെ ഡീറ്റെയിൽസ് ആ ഫയലിലുണ്ട്. സാറേ, ഈ രഹസ്യ പോലീസ് ആകുമ്പോ വേഷം മാറി വേണ്ടേ പോകാൻ? അതിനെന്തേ ഇവിടെ ഒരു ഉണ്ണി വെച്ച് വല്ല പിച്ചക്കാരന്റെയും വേഷം കെട്ടിയാ മതി. നിനക്കാണെങ്കിൽ ആ വകയിൽ എന്തെങ്കിലും പിച്ചക്കാശ് തടയുകയും ചെയ്യും. അതൊന്നും ശരിയാവത്തില്ല സാറേ. ഞാനൊരു കച്ചവടക്കാരന്റെ വേഷം കിട്ടിയാലോ? ഈ അജയനെ കൊന്നെന്ന് പറയുന്ന ആലിക്കോയ ഒരു കച്ചവടക്കാരനല്ലേ? അപ്പൊ അയാളുമായിട്ടൊരു ബന്ധം സ്ഥാപിക്കാൻ എളുപ്പമാകുകയും ചെയ്യും. ഓഹോ, എന്റെ ബുദ്ധിയിൽ ഇപ്പൊ തോന്നിയ കാര്യം അപ്പോഴേ മനസ്സിലാക്കി കളഞ്ഞു. വെരി ഗുഡ്. അങ്ങനെ വെരി ഗുഡ് പറഞ്ഞുകൊണ്ട് കാര്യമില്ല സാറേ. കച്ചവടക്കാരനാകുമ്പോ പിടിച്ചു നിൽക്കാൻ കുറച്ച് കാശ് വേണ്ടേ? പിന്നെ സാറിന്റെ ബുദ്ധി തോന്നിയതായതുകൊണ്ട് അത് ഒട്ടും പാളിപ്പോകരുത്. അതെ, ചെലവിനുള്ള തുക കഴിച്ച് ഒരു 10,000 തന്നേക്കാം. പിന്നെ അന്വേഷണം പൂർത്തിയാക്കിയിട്ടല്ലാതെ താൻ തിരിച്ചിവിടെ കാല് കുത്തരുത്. ശരി സാറേ. നീ ജീവനോടെ തിരിച്ചു വന്നാൽ അപ്പോഴേക്കും നിനക്ക് കാസർഗോട്ടേക്ക് തന്നെ ഒരു ട്രാൻസ്ഫർ ഞാൻ റെഡിയാക്കി വെച്ചേക്കാം. കച്ചവടക്കാരന്റെ വേഷം കിട്ടും പോലും നിന്റെ കച്ചവടം ഞാൻ പൂട്ടിക്കും. ഇവിടെ താമസിക്കാൻ പറ്റുമല്ലോ? ലോഡ്ജ് ഉണ്ട്. ലോഡ്ജൊക്കെ ടൗണിലേ ഉള്ളൂ. വടക്കേക്കരയിൽ ചുങ്കത്തറക്കാരുടെ വക ഒരു ഗസ്റ്റ് ഹൗസ് ഉണ്ട്. പക്ഷെ അവിടെ സായിപ്പുമാർക്കേ താമസിക്കാൻ പറ്റൂ. നമ്മൾ താമസിച്ചാലേ സായിപ്പുമാരെ പോലെ വെളുക്കും നമ്മുടെ ഗീശ. എവിടുന്നാ? ഞാൻ കുറച്ച് ദൂരെന്നാ. ആരെ കാണാനാ? ആരെയും കാണാനല്ല, ഞാനൊരു കച്ചവടക്കാരനാ. കഴുത്തേലെ കർച്ചീഫ് കൊണ്ടുള്ള കെട്ട് കണ്ടിട്ട് മനസ്സിലായില്ലേ? ഞങ്ങൾ ഇവിടെ എങ്ങനെ കെട്ടുന്നത്? കഴുത്തുമുറുക്കി കൊല്ലാനാ. കച്ചവടക്കാരെ ആരെങ്കിലും കണ്ടിരുന്നെങ്കിൽ രാത്രി തന്നെ കച്ചവടം തുടങ്ങാമായിരുന്നു. എന്തായിക്കാ? ഒന്നുമില്ല. പാവാടപ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോ ചെറിയ പ്രേമ കവിത തരട്ടെ. മുൻകോപക്കാരി മുഖം മറിക്കും നിന്റെ മനസ്സൊരു ഗോവിന്ദേട്ടാ. സൂര്യൻ ഉദിച്ചിട്ട് നേരെ എന്തുമാത്രം ആയി നിന്റെ വിചാരം? എന്നിട്ട് ഇപ്പോഴാണോ കൊണ്ടുവരുന്നത്? ഇത്രയും വലിയൊരു കാര്യം ഏൽപ്പിച്ചിട്ട് ഇങ്ങനെ ഉത്തരവാദിത്വം ഇല്ലാതായാലോ? അതെ, ഞാൻ ചേട്ടന്റെ പണിക്കാരനല്ല, ഷാപ്പിലെ പണിക്കാരനാ. ഗംഗ മുതലാളി വന്ന് ഷാപ്പ് തുറന്നു തന്നാലല്ലേ ചേട്ടന് കാലെടുത്തോണ്ട് തരാൻ പറ്റൂ. പിന്നെ ഈ കാലുകൊണ്ട് നടന്നിങ്ങെത്തണ്ടേ? കാലത്ത് കാലടിക്കാൻ 10 മിനിറ്റ് താമസിച്ചേനാ എന്റെ മെക്കിട്ട് കയറുന്നേ. വെറുതെ അല്ല കാലടിന്ന് വിളിക്കുന്നത്. എടാ കൊച്ചിഷ്ണ, ഓ നീ എന്നെ വിളിച്ച് ഞാൻ കേട്ടു. ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ നിന്റെ സൈസ് വെച്ച് താങ്ങാൻ പറ്റിയല്ല. അതുകൊണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല. എന്റെ ഗോവിന്ദേട്ടാ,
ചേട്ടൻ ഇങ്ങനെ ഓരോരുത്തർ പറയുന്നതിനൊക്കെ ഏറ്റുപിടിക്കാൻ നിൽക്കുന്നുണ്ടാ ഇവനൊക്കെ ഓരോ പേര് വിളിക്കുന്നത്. രാവിലെ തന്നെ ഇതിങ്ങനെ വലിച്ചു കേട്ടണോ ചേട്ടാ? ഒട്ടും താല്പര്യം ഉണ്ടായിട്ടല്ലേ ലോനപ്പ. പക്ഷെ കുപ്പിയിലേക്ക് നോക്കുമ്പോ ഷാപ്പിലെ പണിക്കാർ, അവരുടെ കുടുംബം, ബന്ധുക്കൾ, ചെത്തൊഴിലാളികൾ, മുട്ട പുഴുങ്ങി വെക്കുന്ന സരള, അവരൊക്കെ കണ്ണീര് കുടിക്കാതിരിക്കാനാ ഞാനിത് കുടിക്കുന്ന. ഇന്ന് തേങ്ങ കൊണ്ടാണല്ലോ. ഇങ്ങോട്ടാ കാലടിക്കാ. കാലടിയിലേക്കല്ല നിന്റെ പോണോ കാലടി? കാലടി നിന്റെ മറ്റവനാടാ ഈ സ്ത്രീ ലോനപ്പ. വെള്ളം നിർത്ത്. എന്തുവാ കാര്യം? ഞാൻ അവിടെ വന്നിട്ട് പറയാം. നിർത്താൻ പറ്റുകയല്ലെന്ന്. വെള്ളം നിർത്ത്. നിർത്താൻ പറ്റുകയല്ലെന്ന്. നിർത്തി പോയാൽ അങ്ങ് കൊച്ചിയിലെത്തുമ്പോ ചരക്ക് വാങ്ങാൻ വന്നൊരു വൈലാണ്ടിയിലെത്തും. അച്ഛനോട് നിർത്താനാ പറഞ്ഞത്. സമ്മതിക്കത്തില്ല. അച്ഛാ, ഞാൻ ഉണ്ടാക്കി വെച്ച ഹാൻഡിക്രാഫ്റ്റ് എടുത്തായിരുന്നോ? ഹാൻഡിക്രാഫ്റ്റോ? അത് ഞാൻ എന്തെടുക്കണം? പട്ടഷാപ്പിൽ കൊടുത്ത് മൂക്കറ്റം കുടിക്കാൻ. അച്ഛൻ അതിങ്ങ് എടുത്തു തന്നെ. ചന്ദ്രമിള്ള എന്ന് ടൗണിൽ പോകുന്നുണ്ട്, എനിക്ക് കൊടുത്തയക്കാനുള്ളതാ. എന്റെ അമ്മ, അവൻ ടൗണിൽ കൊണ്ടുപോയി വലിയ വിലക്ക് വിറ്റിട്ട് തുച്ഛമായ ഒരു തുക നിനക്ക് തരുന്നതിന്റെ നഷ്ടത്തിൽ നിന്ന് നിന്നെ രക്ഷിക്കാനാ അച്ഛനെ ത്യാഗം ചെയ്തത്. പിടിച്ചോ. പോയി. ഇത് 3 ഉള്ളൂ, 2 കൂടി കാണണമല്ലോ. മക്കൾ, അച്ഛന്റെ അടുത്ത് എന്നെ കണക്ക് പറയണം. എനിക്കിത് വരണം. അയ്യോ, ദേവരാള്. ആളോ? അയ്യോ അയ്യോ, കായില് ആരാ നിങ്ങള്? അത് ശരി, എന്റെ വെള്ളത്തെ കയറി കിടന്നിട്ട് ഞാൻ ആരാന്നോ? ഓ, ഇന്നലെ കടവത്ത് വന്നപ്പോ മഴ പെയ്തു, അങ്ങനെ കയറി കിടന്നതാ. ആരോട് ചോദിച്ചോണ്ടാ താൻ ഇതേ കയറി കിടന്ന? താൻ ആരാ? ഞാനൊരു കച്ചവടക്കാരനാ. ഇനിയിപ്പോ കരക്കെത്താൻ എന്തുവാ ഒരു വഴി? ഇതിലെ ഓട്ടോറിക്ഷ വരും, കൈ കാണിച്ചാ മതി. താൻ എഴുന്നേറ്റ് കൊണ്ട് വന്നേ. 2 അയ്യോ, നടുക്കായിലാണല്ലോ. മോളെ, ഇയാളൊന്ന് അക്കരെ ആക്കിയേക്ക്. എനിക്കിതൊക്കെ വീട്ടിൽ കൊണ്ടേ വെക്കാനുള്ളതാ. വീട്ടിൽ ചെന്നിട്ടുണ്ടാക്കിയാ മതി. അയ്യോ, ഇത്രയും ചെറിയ വെള്ളത്തിലൊന്നും ഞാൻ കയറിയല്ല. ഞാൻ പോവാ. എന്നാ പിന്നെ ഒരു കപ്പൽ ഓർഡർ ചെയ്യാം. രാത്രി വള്ളത്തിൽ വന്ന് കയറി കിടന്നാൻ പോരാ, മര്യാദയ്ക്ക് തേനാ വെള്ളത്തിലോട്ട് കയറ്. എന്റെ കൈ പിടിച്ചോ. അയ്യോ, വള്ളം അകലത്തില്ല, ഇയാള് കയറ്. അയ്യോ, ഓ, വള്ളം ഒരു കാലടി അകന്നിരുന്ന് ഞാനിപ്പോ വെള്ളത്തിൽ വീണ് ചത്തേനെ. ശരിക്കും കാലടി വ്യത്യാസത്തിലാ വള്ളത്തെ കയറാൻ പറ്റിയത്. ഇതാ ഇന്നത്തെ കാലത്ത് ഒരുത്തനും ഒരു ഉപകാരം ചെയ്തു കൊടുക്കാൻ പറ്റാത്തത്. അയടാ കാലടി. അനങ്ങാതിരിക്കേ, അല്ലെങ്കിൽ വെള്ളം മറിയും. അയ്യോ, എനിക്കങ്ങ് ഒരു പേടിയില്ല. വെള്ളം എങ്ങനെ പറഞ്ഞാ കുട്ടീനെ രക്ഷപ്പെടുത്താൻ എനിക്ക് നീന്തൽ അറിയാൻ മേല. അയ്യടാ, ആ ബാഗിനകത്ത് എന്താ? വിൽക്കാൻ കൊണ്ടുവന്ന കൺമശീൻ ചാന്ത കുപ്പികളൊക്കെ. അയ്യോ, ഞാൻ അത്തരം കച്ചവടക്കാരനല്ല. ഇവിടെ നിന്ന് സാധനങ്ങൾ വാങ്ങി വിൽക്കാൻ വന്ന കച്ചവടക്കാരനാ. എന്നാ പിന്നെ ഇത് വാങ്ങി കച്ചവടം നടത്തിക്കൂടെ? നല്ല ഡിമാൻഡുള്ള സാധനാ. ഐറ്റം കൊള്ളാം, പക്ഷെ ഇത് വിറ്റിട്ട് എന്തോ കിട്ടാനാ? എനിക്ക് വലിയ ലാഭം കിട്ടുന്ന മൊത്ത കച്ചവടം നടത്താനാ താല്പര്യം. അമ്മോ, ആരാ അമ്മോ അത്? അച്ഛന്റെ വള്ളത്തിൽ നിന്ന് കിട്ടിയതാ. കര തേടി ഇറങ്ങിയ ഒരു കച്ചവടക്കാരൻ. വൈകിട്ട് യൂണിയൻ മീറ്റിംഗിന് വരില്ലേ? ഇന്ന് കണക്കവതരണവാ. കയ്യാങ്കളിയാവോ? ഞാനില്ല കൂടെ. ഒരു 10 പേരെ കൊതുക്കാൻ ഞാൻ മാത്രം മതി. ഇതാണോ തന്റെ വീട്? അതെ. ഇവിടെ എവിടെയെങ്കിലും ഒരു വീട്ടിലൊരു മുറി വാടകയ്ക്ക് കിട്ടൂ? ഇവിടെയാലും മതി, എനിക്ക് അങ്ങനെ സൗകര്യങ്ങളൊന്നും വേണമെന്നില്ല. എന്നാ പിന്നെ അപ്പുറത്തെ വർക്കിച്ചേട്ടനോട് ചോദിക്കുന്ന നല്ലത്. പുള്ളിയോട് എന്ത് ചോദിച്ചാലും സൗകര്യം ഇല്ലെന്നേ പറയും. ആ ചാക്കിയുടെ സാധനങ്ങളൊക്കെ വീട്ടിലേക്ക് ഇറക്കി വെക്കേ. ഇത്രയും ദൂരം കൊണ്ടുവന്നതല്ലേ, അങ്ങനെങ്കിലും ഒരു പ്രയോജനം ഉണ്ടാവട്ടെ. ബഹളം വയ്ക്കാതെ, ഞാൻ തരുന്നുണ്ടല്ലോ. ഇത് അജയന്റെ വീടല്ലേ? ചേട്ടൻ എങ്ങനെ അറിയാം? പരിചയമുണ്ട്. ചേട്ടൻ എല്ലാ പരിചയക്കാരും എനിക്കറിയാലോ. പരിചയം എന്ന് വെച്ച് കഴിഞ്ഞാല് വളരെ പ്രമാദമായൊരു കേസല്ലേ. അപ്പൊ പത്രത്തിൽ കണ്ടുകണ്ട് അതിന്റെ പ്രതികൾ ഇതുവരെ കണ്ടുപിടിച്ചില്ലല്ലേ? ആലിക്കോയ എപ്പോഴും ഞെളിഞ്ഞ കിടപ്പുണ്ടല്ലോ. പോലീസുകാർക്ക് പിടിക്കാൻ ചുണയില്ലാഞ്ഞിട്ടല്ലേ? അല്ല, ആലിക്കോയെ തന്നെ കൊന്നെന്ന് എന്തുവാ ഉറപ്പ്? അജയന്റെ കയ്യിലുള്ള കാശ് തട്ടിയെടുക്കാൻ വേണ്ടി ആരെങ്കിലും, അല്ലെങ്കിൽ അജയന്റെ വേറെ ഏതെങ്കിലും ശത്രുക്കൾ? നിങ്ങൾ എന്തിനതൊക്കെ അന്വേഷിക്കണത്? ഒരു സംരംഭം തുടങ്ങുമ്പോൾ ആ നാടിനെയും നാട്ടുകാരെയും നാട്ടിൽ നടന്ന സംഭവങ്ങളെ കുറിച്ച് വിശദമായിട്ട് അറിഞ്ഞിരിക്കണ്ടേ? ഞാൻ അങ്ങനെ എല്ലാം കറക്റ്റായിട്ട് പഠിച്ചിട്ടേ കച്ചവടം തുടങ്ങത്തുള്ളൂ. പഠിപ്പൊക്കെ അക്കരെ ചെന്നിട്ടാവാം. തിരിച്ചു വന്നിട്ട് താറാവുകളെ വെള്ളത്തിൽ ഇറക്കാനുള്ളതാ. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഞാൻ തന്നെ അക്കരയാക്കാം. അവിടുന്ന് തെക്കോട്ട് പോകുമ്പോൾ ഒരു വായനശാലയുണ്ട്. അവിടെ ചന്ദ്രമിള്ള എന്ന് പറഞ്ഞൊരാളുണ്ടാവും. ഇത് അയാളുടെ കയ്യിൽ കൊടുക്കണം.
കിഴക്കിന്റെ വെനീസായ ആലപ്പുഴയുടെ കായലോളങ്ങൾ തഴുകുന്ന നമ്മുടെ ഗ്രാമത്തിന്റെ സാംസ്കാരിക സ്ഥിരാകേന്ദ്രമായ ഈ വായനശാലയുടെ പ്രസിഡന്റായി തികഞ്ഞ സത്യസന്ധനും സാത്വികനും സർവോപരി നമ്മുടെ നാടിന്റെ അഭിമാനവുമായ ശ്രീമാൻ ചന്ദ്രൻ പിള്ളയെ വീണ്ടും തെരഞ്ഞെടുത്തതിന്റെ ആഹ്ലാദകരമായ സന്തോഷത്തിൽ ഞാനും പങ്കുചേരുന്നു. നമസ്കാരം. ഇതിനെക്കുറിച്ച് രണ്ടു വാക്ക് പറ. ഇതിനെ കുറിച്ചാ പ്രിയപ്പെട്ടവരെ, ഇത് വളരെ നല്ലൊരു ഇതാണ്. ഇതിനു വേണ്ടി എന്റെ എല്ലാ ഇതും ഞാൻ നൽകും. പിന്നെ എന്റെ മാത്രം ഒരു ഇത് കൊണ്ട് പറ്റില്ലല്ലോ. നിങ്ങളുടെ ഓരോരുത്തരുടെയും ഒരു ഇതുണ്ടെങ്കിൽ ഇത് കുറച്ച് കൂടുന്നുണ്ട്. പിന്നെ ഇതിനെ കുറിച്ച് പറയാൻ വായനശാലയെ പറ്റി പറ. അത് പറ. തത്തമ്മ എന്ന തൂലികനാമത്തിൽ അറിയപ്പെടുന്ന കരയിലെ ബാലകവി കൂടിയായ ശ്രീ കൊച്ചുകൃഷ്ണൻ എന്നെ കുറിച്ച് പറഞ്ഞത് കേട്ടപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എന്റെ കച്ചവട സംബന്ധമായ തിരക്കുകൾക്കിടയിൽ ഒരു പോലീസ് സൂപ്രണ്ടിനെ പരിചയപ്പെട്ടതാണ് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത്. അദ്ദേഹം എന്നോട് ചോദിച്ചു, എന്താണ് ഈ ചന്ദ്രൻപിള്ളയുടെ വിജയരഹസ്യമെന്ന്. ഞാൻ പറഞ്ഞു, ഞാൻ ഒരിക്കലും മറ്റുള്ളവരുടെ സൗഭാഗ്യങ്ങൾ തട്ടിയെടുക്കാൻ ശ്രമിച്ചിട്ടില്ല. അത് കേട്ടുടനെ അദ്ദേഹമാണോ ഇദ്ദേഹം? അല്ല, ഇത് കൂടെയുള്ള അദ്ദേഹം. ഒരു മിനിറ്റ്. സാരെന്താ ഇവിടെ? വരുന്ന വിവരത്തിന് കത്തിട്ടിരുന്നെങ്കിൽ ഞാൻ അപ്പോഴേ മുങ്ങിയനല്ലോ. അല്ല, കടവത്ത് ഒന്ന് കാത്തു നിന്നേനെ. അതെ, ഇത് നമ്മുടെ അടുത്ത കക്ഷിയാ. ഞങ്ങൾ തമ്മിൽ കാരിരുമ്പ് കൊണ്ടുള്ള ബന്ധമാ. അല്ല, എത്ര നാളായി കണ്ടിട്ട്. ഞാൻ എന്ത് വേണോ ചെയ്യാ, എന്നെ ഇവിടെ വെച്ച് ഇടിച്ച് നാറ്റിക്കരുത്. വരൂ സാർ, അങ്ങോട്ട് മാറിയേക്കാം. അപ്പൊ കമന്റ് നടക്കട്ടെ, നമ്മളങ്ങോട്ട് മാറി നിക്കാം. നീ എന്താ പറഞ്ഞത്? നമ്മൾ തമ്മിൽ കാരിരുമ്പ് കൊണ്ടുള്ള ബന്ധമാണ്. കാരിരുമ്പ് കൊണ്ടുള്ള വിലങ്ങ് വെച്ചല്ലേ സാറിനെ ബന്ധിക്കുന്നത്. അതാ ഞാൻ അങ്ങനെ പറഞ്ഞത്. ചന്ദ്രൻപിള്ള, എന്തോടോ വക്കച്ച? പടിഞ്ഞാറേ പറമ്പില് കള്ളന്മാരുടെ ശല്യം കൂടി വരിക. ഒറ്റ തേങ്ങ കിട്ടുന്നില്ല. ചന്ദ്രൻപിള്ള വിചാരിച്ചാൽ ഇതിനൊരു പരിഹാരം ഉണ്ടാവും. ശരി, ഞാൻ ഇന്ന് തന്നെ DSP വിളിച്ച് പറയാം. വക്കച്ചൻ ചെല്ലേ. ഓ, ആയിക്കോട്ടെ. ഭാര്യയ്ക്കും മകൻ ഫെഡറിക്കിനും സുഖമല്ലേ വക്കച്ച? നീ എന്തിനാ കിടന്ന് മോങ്ങുന്നത്? കണ്ടില്ലേ എന്റെ പൊന്നു സാറേ, ഞാനൊരു കള്ളനെന്നെങ്ങാനും ഈ കരക്കാരറിഞ്ഞ അവരെന്നെ തൊണ്ട് തല്ലുന്നത് പോലെ തല്ലും. സാർ എന്നെ ഇവിടെ വെച്ച് അറസ്റ്റ് ചെയ്തോണ്ട് പോയാൽ പിന്നെ എനിക്ക് ഈ നാട്ടിലേ നിൽക്കാൻ പറ്റില്ല. ഞാൻ നിന്നെ അറസ്റ്റ് ചെയ്യാനൊന്നും വന്നതല്ല. അല്ലേ? പിന്നെ വഴിക്ക് വെച്ച് അമ്മുവിനെ പരിചയപ്പെട്ടു, അവിടെ നിന്നായത്. ഞാനിപ്പോ ഈ പോലീസ് പണിയൊക്കെ നിർത്തി. അത് മനസ്സിലായി. SP സാറിന്റെ മോള് സാറിനെ പ്രേമിക്കുന്ന കാര്യം SP സാർ അറിഞ്ഞപ്പോ സാർ അവിടുന്ന് മുങ്ങി അല്ലേ? SP സാറിന്റെ മോള് എന്നെ? ആ പെണ്ണ് സാറിന് എഴുതിയ പ്രേമലേഖനം കാണിച്ചിട്ടല്ലേ ഞാൻ അവിടുന്ന് തടിയൂരിയത്. ഓ, അതിനിടയിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ഞാനേതായാലും അതുകൊണ്ടല്ല അവിടെ വിട്ടത്. ഞാനിവിടെ എന്തെങ്കിലും കച്ചവടം ചെയ്ത് ജീവിക്കാനാ വന്നത്. ഈ കരയില എന്താ? ഈ കരയിൽ കച്ചവടം ചെയ്യാനേ കൊള്ളില്ല സാറേ. അതെന്താ കൊള്ളാത്തെ? ഈ കരയിൽ ആകെ കൂടിയുള്ളത് കയറാ. സാറിന് പറ്റിയ കച്ചവടം അല്ല കയറ്. അപ്പൊ ഞാൻ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഏത് നിമിഷവും നിന്റെ കള്ളക്കളി വിളിച്ചെത്താവുന്നുള്ള പേടി നിനക്കുണ്ട്. അതെ, എങ്ങനെ മനസ്സിലായി? അല്ല, അതുകൊണ്ടല്ല സാർ. ഞാൻ പോലീസിലായിരുന്നു എന്ന് നീ ഇവിടെ ആരോടെങ്കിലും പറഞ്ഞ അന്ന് അവസാനിപ്പിക്കുന്ന നിന്റെ ഈ പൊറാട്ട നടക്കുക ഞാൻ കേട്ടാ. നീ ഇവിടെ ഉണ്ടായതേതായാലും നന്നായി. 5 പൈസ ശമ്പളം പറ്റാതെ തിരിച്ചൊരു വാക്ക് പോലും പറയാതെ എന്റെ ചൊൽപ്പടിക്ക് നിൽക്കാൻ ഒരാളായല്ലോ. അങ്ങനെ മൊത്തത്തിൽ പറഞ്ഞ നിന്റെ സമയം തന്നെ ഓടിയാ. എന്നെ അങ്ങനെ വിളിക്കരുത്. ഈ കരയിൽ ഞാൻ ചള്ള അല്ല, ചന്ദ്രൻപിള്ള എന്നാ അറിയപ്പെടുന്നത്. നീ തൽക്കാലം എനിക്ക് താമസിക്കാൻ ഒരു സ്ഥലം സംഘടിപ്പിച്ച. പിന്നെ ഇവിടുത്തെ കച്ചവടക്കാരെയൊക്കെ ഒന്ന് പറഞ്ഞു തരണം. ഈ ആലിക്കോയ എങ്ങനെ നമുക്ക് പോയി കച്ചവടം ചെയ്യാൻ പറ്റിയ ആളാണോ? അജയൻ കൊലക്കേസ് സാറിന് അറിയത്തില്ലേ? അതീ പിന്നെ ഈ കരക്കാരും ആലിക്കോയായിട്ട് കച്ചവടം ചെയ്യാറില്ല. പിന്നെ സാർ ഈ കരക്കാരനല്ലല്ലോ, അതുകൊണ്ട് സാറിന് കുഴപ്പമില്ല. സാറിന് പറ്റിയൊരു കച്ചവടം ഞാൻ പറഞ്ഞു തരാം. ഇവിടെ ചുങ്കത്രക്കാരെന്ന കച്ചവട ഗ്രൂപ്പുണ്ട്. സാറ് ചുങ്കത്രയെന്ന് കയറെടുത്ത് ആലിക്കോയക്ക് മറിച്ച് വെക്കണം. നല്ല ലാഭം കിട്ടുന്ന ബിസിനസ് അല്ലേ? ഈ ചുങ്കത്രക്കാരെങ്ങനാ? കച്ചവടത്തിലൊരു പറ്റിപ്പോ മായമോ ഇല്ലാത്ത നല്ല കീർത്തിയം കക്ഷികളാ. ആലിക്കോയേക്കാളും വില തരാമെന്ന് പറഞ്ഞിട്ട് ഇതിപ്പോ അവിടെ നിന്ന് തരുന്നതിലും കുറവല്ലേ ഉള്ളൂ. ഈ കച്ചവടത്തില് വിടക്കാക്കിട്ട് എനിക്കാക്കാവുന്നൊരു ഏർപ്പാടുണ്ടെന്ന് ഇത്രയും കാലമായിട്ട് എനിക്ക് അറിയാൻ മേലെ അവരുടെ കുട്ടി. താൻ ആലിക്കോയായിട്ട് തെറ്റിയ സ്ഥിതിക്ക് തനിക്ക് ഇനി ആജീവനാണ് ചുങ്കത്തറയെ കച്ചവടം ചെയ്യാൻ പറ്റൂ. അതും ഞാൻ പറയുന്നതിലേക്ക്. അങ്ങനെ തന്നെ പറ്റിക്കാം. അവരുടെ കുട്ടി എന്റെ മോൻ അനിയപ്പനെ അറിയാമല്ലോ. അവന് ഈ വീടിന്റെ മുന്നിൽ നിന്ന് ആരെങ്കിലും ഒറ്റ വെക്കുന്ന ഇഷ്ടമല്ല. അവൻ വന്നു ചെന്നാട്ടെ.
കുറച്ച് കയറെടുക്കാൻ വന്നതാ. ഇതിന് മുമ്പ് ഇവിടെ ഒന്നും കണ്ടിട്ടില്ലല്ലോ. ഞാൻ കുറച്ച് തെക്കുന്ന. ഈ 2 പിരിയം കയറാണോ അതോ 30 പിരിയം കയറാണോ വേണ്ടത്? ഇതിൽ 5 രൂപ കയറും ഉണ്ട്, 6 രൂപ കയറും ഉണ്ട്. ഇതേതാ വേണ്ട? ഇതിലേതെടുത്ത് കച്ചവടം ചെയ്താലാ ലാഭം കിട്ടുകയെന്ന് എനിക്കും അറിയാം, മുതലാളിക്കും അറിയാം. പിന്നെ നമ്മൾ തമ്മിൽ എന്തിനാ ഇങ്ങനെ ഒരു ഓണപ്പരീക്ഷ? ഇളകി ഇരിക്കുന്ന ആസ്പത്രി സീറ്റ് നന്നാക്കാൻ ആളെ കിട്ടുക. വരവ് മേസ്ത്രിയെ നമ്മൾ പറയുന്ന കൂലിക്ക് വരൂ. മേസ്ത്രി ചേർത്തലേ പണിക്ക് വരിക. കാറും കൂലൊക്കെ ഉള്ള സമയം പെട്ടെന്ന് വേണം. ശരി. എത്ര കാശിനാ കയറ് വേണ്ടേ? ഒരു 3000 ഇരുന്നോട്ടെ. 3000-നാണെങ്കിലോ 3600 മുടിയാ. അതല്ല, രൊക്കം 10,000 എടുത്താ 20,000 മുടി കയറാ. കച്ചവടത്തിന് എടുക്കുമ്പോ എപ്പോഴും കൂടുതൽ എടുക്കുന്നതാ ലാഭം. അതെനിക്കറിയത്തില്ലേ, നല്ല ക്വാളിറ്റി സാധനമല്ലേ. 10,000 തന്നെ ഇരുന്നോട്ടെ. എല്ലാരും വാങ്ങിച്ചതൊക്കെ കൊടുത്തു കഴിഞ്ഞ അബ്ദും കൂടി വരാനുണ്ട്. അവനാ കൂടുതൽ കിട്ടിയിട്ടുള്ളത്. അവൻ വന്നിട്ട് വിട്ടാ മതി. വാങ്ങിച്ചാ തിരിച്ചു കൊടുക്കാത്ത ആളാണ് ആലിക്കോയ എന്നൊരു ചീത്തപ്പേരുണ്ടാവരുത്. എന്താ? ഞാൻ കുറച്ച് ചരക്ക് കൊടുക്കാൻ വന്നതാ. ഇവിടെ പ്രശ്നം വല്ലതും ഉണ്ടെങ്കിൽ ഞാൻ പിന്നെ വന്നോളാം. എന്ത് പ്രശ്നം? ഈ കണ്ടതൊന്നും കാര്യാക്കണ്ട. അബ്ദു, നീ എവിടെ പോയി കിടക്കായിരുന്നു? ആറാട്ടുപുഴ പോയിരുന്നു. തിരിച്ചു കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്നതാ. ഈ കച്ചവടം ഒന്ന് കഴിഞ്ഞോട്ടെ. നിനക്ക് കിട്ടിയത് മുഴുവൻ തിരിച്ചു കൊടുത്തോ? എവിടുന്നാ? അക്കരെന്നാ. ആലിക്കോയന്റെ അടുത്ത് കച്ചവടം ചെയ്യണമെന്ന് അക്കരെന്നാരും പറഞ്ഞില്ലേ? ഞാൻ അക്കരക്കാരനൊന്നുമല്ല ഭായി, കച്ചവടത്തിന് വന്നതാ. എനിക്ക് ഈ ചരക്ക് എടുത്തോണ്ട് ഇതിന്റെ വില ഇഞ്ഞു തരണം. എത്ര മുടിയുണ്ട്? മുടി? കയർ എത്ര മുടിയുണ്ടെന്ന്? കയർ 20,000. ചുങ്കത്തറന്ന് വാങ്ങിയതാ? അതെ. അപ്പോ 5,000 തരാം. എന്താ ഭായി ഇങ്ങനെ കണ്ണിച്ചോര ഇല്ലാതെ വില പറയുന്നത്? 20,000 മുടി കയറിന് 5,000 രൂപ. മുടിക്കണക്കും തൂക്കമൊക്കെ ശരിയായിരിക്കും, പക്ഷെ ഇത് കരിമണൽ കയറ്റി തൂക്കം കൂട്ടിയ കയറാ. ചുങ്കത്തറക്കാരൻ നിന്നെ പറ്റിച്ചതാ. സത്യമാണോ പറയുന്നത്? നീ എവിടെ വേണമെങ്കിൽ ചെന്ന് അന്വേഷിച്ചു നോക്ക്. അപ്പോ 5,000-ന് ഉറപ്പിക്കാം അല്ലേ? അത് പറ്റത്തില്ല, മുതലാകത്തില്ല. ഇവിടെ കച്ചവടം ചെയ്യാൻ കൊണ്ടുവന്നാണെങ്കിൽ ഇവിടെ കച്ചവടം ചെയ്തിട്ട് പോയാ മതി. അങ്ങനെ തന്നെ വിരട്ടി കച്ചവടം ചെയ്യാനാണെങ്കിൽ ഈ നാട്ടിൽ പോലീസും കോടതിയൊക്കെ ഉള്ളതാ. ആണോ? എങ്കിൽ പറഞ്ഞോ. സ്ഥലം SI നിൽക്കുന്നത്. ഞാനുമായിട്ടൊന്ന് ഉടക്കി. അപ്പോ ഞാനൊരു സസ്പെൻഷൻ വാങ്ങിച്ചു കൊടുത്ത് അജയൻ കൊലക്കേസിന്റെ പേര് പറഞ്ഞ് എന്റെ ഈ പിള്ളേരെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ഇടിച്ച് ആ ഇടി മുഴുവൻ തിരിച്ചു കൊടുക്കാൻ വേണ്ടി ഞാൻ വിളിച്ചോണ്ട് വന്നതാ. ഭായി, നിങ്ങളെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. നിങ്ങള് വീരശൂര പരാക്രമി തന്നെ. അജയൻ കൊലക്കേസിന്റെ പേരും പറഞ്ഞ് നിരപരാധികളായ നിങ്ങളെയൊക്കെ പീഡിപ്പിച്ച് ഇവനെയൊക്കെ ഇങ്ങനെ തന്നെ ചെയ്യണം. അജയനെ കൊന്നത് ആലിക്കോയാണെന്ന് പറഞ്ഞു നടക്കുന്ന അക്കരയിലെ പുളുന്നാന്മാരെ ഇപ്പൊ തന്നെ ഇത് അറിയിക്കണം. അങ്ങനെ വിട്ടാലും കൊള്ളില്ല. ഇവിടെ വെള്ളം എടുക്കണോ? എന്താടോ നോക്കി നിൽക്കുന്നത്? അക്കരക്ക് വെള്ളം എടുക്കാൻ. ആലിക്കോയോട് കളിച്ചാ വിവരം അറിയുമെന്ന് ഇന്നത്തോടെ അവന്മാര് പഠിക്കും. ഇല്ലെങ്കിൽ ഞാൻ പഠിപ്പിക്കും. തന്ത്രശാലിയാ, പക്ഷേ ചുങ്കത്തറക്കാര് വിറ്റ മുതൽ തിരിച്ചെടുക്കില്ല. പിന്നെ എവിടെ പോവാൻ? അവൻ ഇവിടെ തന്നെ വരും. ഇനി വരുമ്പോ വില ഇനിയും കുറയും.